വർഷങ്ങളായിട്ട് ഞങ്ങൾ കണി കാണുന്ന കൃഷ്ണനുണ്ടല്ലോ, ഈ കാണുന്ന കൃഷ്ണനുണ്ട്. ഈ കൃഷ്ണനെ വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും കണി കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ കൊല്ലം ഞാനൊരു വിഗ്രഹം മേടിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അമ്മേനെ വിട്ടൊരു വിഗ്രഹം മേടിപ്പിച്ചു. പക്ഷേങ്കിൽ ആ കൃഷ്ണനുണ്ടല്ലോ ചെറിയൊരു പുഞ്ചിരിയുടെ കുറവുണ്ട് കേട്ടോ. ഏതോ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു കൃഷ്ണനെയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായത്. അപ്പോൾ ഞാൻ പറഞ്ഞ സാരില്ല, നമുക്ക് സെറ്റാക്കി എടുക്കാം. അങ്ങനെ കൃഷ്ണൻ്റെ കണ്ണൊക്കെ ഒന്ന് വലുതാക്കി വരച്ചു, ചുണ്ടൊക്കെ ഒന്ന് ചിരിക്കുന്ന രൂപത്തിലൊക്കെ ആക്കി എടുത്തിട്ടോ. പിന്നെ എനിക്കൊരു ഐഡിയ തോന്നിയത്, ഈ കൃഷ്ണനാണെങ്കിൽ മാലയും വളയൊന്നും ഒറിജിനൽ അല്ല, വരച്ചേക്കണ തന്നെയാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് മാലയും വളയും തളയൊക്കെ ഇട്ട് സെറ്റാക്കാന്ന് കേട്ടോ. പിന്നെ അതേ കുറച്ച് കാലുമനെ പൊളിച്ചൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇതുപോലെ വട്ടമൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് തളയും വളയും മാലയും കിരീടത്തിൽ കുറച്ച് ഡെക്കറേഷൻ പണിയൊക്കെ കൊടുത്തു. പ്രഗ്നൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അധിക സമയം എനിക്ക് ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ക്രാഫ്റ്റ് വീഡിയോ ചെയ്യുന്നത് വളരെ കുറവാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് കൂട്ടുകാർക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ കുറവ് കേട്ടോ. സമയം കിട്ടുന്ന വെച്ചിട്ട് പയ്യെ ചെറുതൊക്കെ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും അധികം നേരം എനിക്ക് ഇരിക്കാൻ പറ്റില്ല കേട്ടോ. ഇത് തന്നെ ഞാൻ ഒരുപാട് നേരം എടുത്തിട്ടാണ് ഇതൊക്കെ ഒട്ടിച്ചൊക്കെ എടുത്തത്. അപ്പോൾ കൃഷ്ണനെ നമ്മൾ കയ്യിലും കാലിലൊക്കെ വളയും മാലയും കിരീടത്തിലൊക്കെ കുറേ സ്റ്റോൺസൊക്കെ ഒട്ടിച്ചു കൊടുത്ത് ഫൈനലൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് കാശിക്കുട്ടൻ വന്നിട്ട് ചോദിച്ചു, അമ്മേ ഞാൻ കൃഷ്ണനായിട്ട് നിന്നാൽ പോരേന്നിട്ടോ. എന്നിട്ട് എനിക്ക് ഓടക്കുള്ളിൽ ഊതി നിന്ന് കാണിച്ചു തന്നെ കേട്ടോ കാണുന്നത്. അപ്പോൾ കൃഷ്ണൻ്റെ ഫൈനലൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നൊന്ന് പറയാൻ മറക്കല്ല കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരൊക്കെ നമ്മുടെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ടൊന്ന് ചെക്ക് ചെയ്തേക്കാം. അങ്ങനെ നമ്മുടെ കൃഷ്ണൻ്റെ കാശിക്കുട്ടൻ്റെ കയ്യിൽ അങ്ങനെ ഇരിപ്പുണ്ട് ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.